ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഒരുപാട് പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അതിനുപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഫ്രീ സ്റ്റോർ എന്നാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാണാം. നോക്കാം, നമുക്ക് ഈ ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ഈ ഭാഗത്തായിട്ട് ഈ പെയ്ഡ് എന്നുള്ള പൈസ എന്ന് കാണുന്ന ഈ ഭാഗം എല്ലാം കട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാ ആപ്ലിക്കേഷൻ്റെയും മുകളിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നോക്കാം, ക്രേസി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഈ പൈസ കാണുന്ന ഈ ഭാഗം അവർ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ എന്ന് കാണിക്കുന്ന ഈ ഭാഗത്തായിട്ട് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡിംഗ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്രേസി ക്രാഫ്റ്റ് ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് പെയ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ള പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഇതിൽ കൂടി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഫ്രീ ആയിട്ടെന്ന് നമുക്ക് നോക്കാം. അതിന് ഞങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. ഞാൻ എൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ പ്ലേ സ്റ്റോറിൽ ടോപ്പ് പെയ്ഡ് ആപ്സ്, ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാണാം. ഇതിൻ്റെയൊക്കെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പൈസ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതാണ്. ഇതിൽ ഞാൻ iScanner PDF എന്ന് പറയുന്ന ആപ്പ് ഞാൻ ഫ്രീ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഫ്രീ സ്റ്റോർ ഓപ്പൺ ചെയ്തു. ഇവിടെ സെർച്ച് ബാറിൽ iScanner PDF എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം പ്ലേ സ്റ്റോറിൽ കാണിച്ച അതേ ആപ്പ് തന്നെ നിങ്ങൾക്ക് ഈ ആപ്പിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രീ എന്നായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ഇതിന് പൈസയാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് ഇതിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഡൗൺലോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രീ എന്നാണ് അവർ ഉള്ളത്. ഞാനിത് ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കാണാം ഡൗൺലോഡ് ചെയ്യുന്ന iScanner PDF ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആപ്സും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക്, അതായത് പെയ്ഡ് ആയിട്ടുള്ള എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ആപ്പ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.